ഒരു ചോദ്യമാണ്. ഒരുപാട് ഈ പുസ്തകം വന്നതിന് ശേഷം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് ഔട്ട് ബ്രീഡിംഗ്, എന്താണ് ഡിവൈസ്? ഡിവൈസ് നിങ്ങൾക്കറിയാം, ഡിവൈസിന് പല അർത്ഥമുണ്ട്. ഉപകരണം, മെക്കാനിസം, അങ്ങനെ പല അർത്ഥമുണ്ട്. ഇവിടുത്തെ അർത്ഥം ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. എന്താണ് ഔട്ട് ബ്രീഡിംഗ്? അതായത് ക്രോസ് പോളിനേഷനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വാക്ക് കൂടുതൽ നമ്മൾ അനിമൽസിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇവിടുത്തെ അർത്ഥം ക്രോസ് പോളിനേഷനാണ്. അപ്പോൾ ക്രോസ് പോളിനേഷനുള്ള ഡിവൈസസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മെക്കാനിസംസ് ടു എൻകറേജ് ക്രോസ് പോളിനേഷൻ ആൻഡ് ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ. മനസ്സിലായോ? മെക്കാനിസംസ്. വാട്ട് ആർ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്? Outbreeding devices are mechanisms to encourage cross-pollination and discourage self-pollination in plants അല്ലെങ്കിൽ in flowers. അതും കൂടെ ചേർക്കണം. അപ്പോൾ ഫ്ലവേഴ്സിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിൽ ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യാനും, അത് ക്രോസ് പോളിനേഷന് പ്രേരിപ്പിക്കാനും സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാനും പൂക്കളിൽ അല്ലെങ്കിൽ ചെടികളിൽ കാണുന്ന മെക്കാനിസംസ് എന്തൊക്കെയാണോ അത് നമ്മൾ പറയുന്ന പേരാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. അപ്പൊ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ആർ മെക്കാനിസംസ് ടു എൻകറേജ് ക്രോസ് പോളിനേഷൻ ആൻഡ് ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ. മനസ്സിലായോ? ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്? നമ്മൾ സാധാരണ പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ഫ്ലവേഴ്സിൽ കാണുന്ന ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഏതൊക്കെയാണ്? ഒരു 4 എണ്ണം നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് ഇത്. വായിച്ചു നോക്കൂ. എന്താണ്? 1. പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ പോളൻ റിലീസ് ചെയ്യുമ്പോൾ, അതായത് ഫ്ലവേഴ്സ് പോളൻ റിലീസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റിഗ്മ ഇനാക്റ്റീവ് ആയിരിക്കും. അതിന് റിസീവ് ചെയ്യാനുള്ള കഴിവ് അപ്പോൾ കാണില്ല. അപ്പോൾ ഫ്ലവറിൽ നിന്ന് പോളൻ മാത്രം പുറത്തു വരും. ആ പ്ലാന്റിലെ ഏതെങ്കിലും ഫ്ലവറിൽ സ്റ്റിഗ്മയൊന്നും എന്താ പറയുക ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ അതിലെ പോളൻ അതിന്റെ സ്റ്റിഗ്മയിൽ വീഴില്ല, ആ ഫ്ലവറിലും വീഴില്ല, ആ പ്ലാന്റിലും വീഴില്ല, വേറെ പ്ലാന്റിലേ വീഴാൻ പറ്റുള്ളൂ. ഇനി സ്റ്റിഗ്മ ആക്റ്റീവ് ആകുമ്പോൾ ആ പ്ലാന്റിൽ എന്ത് കാണില്ല? പോളൻ കാണില്ല. മനസ്സിലായോ? അതായത് ഒരു ചെടിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൽ തന്നെ പോളനും സ്റ്റിഗ്മയും ഒരുമിച്ച് മെച്ചുർ ആവില്ല. നോട്ട് സിങ്ക്രണൈസ്ഡ്. അപ്പോൾ ഒന്നാമത്തെ പിടി കിട്ടിയോ? പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. അങ്ങനെ വരുമ്പോൾ എന്ത് നടക്കൂല? സെൽഫ് നടക്കൂല. ഒരു ഫ്ലവറിൽ ഒരു പ്ലാന്റിൽ നടക്കുവോ? നടക്കൂല. 2 ഡിഫറെന്റ് പ്ലാന്റുകൾക്കിടയിലല്ലേ നടക്കുള്ളൂ. അപ്പൊ എന്താണത്? ക്രോസ് പോളിനേഷൻ. അപ്പൊ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിൽ ഒന്നാമത്തെ എന്താണ്? പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. മനസ്സിലായോ? പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. അർത്ഥം പിടികിട്ടിയല്ലോ. 2 എന്താണ്? വായിച്ചു നോക്കൂ. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻസ് സോ ദാറ്റ് the pollen cannot come in contact with the stigma of the same flower. മനസ്സിലായോ? ആന്തർ ആൻഡ് സ്റ്റിഗ്മ are placed at different positions so that the pollen cannot come in contact with the stigma of the same flower. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു പൂവിൽ തന്നെ ഇപ്പൊ ഇതാണ് ഒരു പൂവെന്ന് വെച്ചോളൂ. ജസ്റ്റ് ഞാൻ പെട്ടെന്നൊന്ന് വരയ്ക്കുന്നത്. ഇതൊരു പൂവാണെന്ന് വെച്ചോ. പൂവാണ്, ഇങ്ങനെ ഒരു പൂ വരയ്ക്കും. ഈ പൂവിൽ തന്നെ സ്റ്റിഗ്മ ഉണ്ടല്ലോ, ഇങ്ങനെ മുകളിലോട്ടിരിക്കുന്നു വെച്ചോ. ആന്തറല്ല ഇങ്ങ് താഴോട്ട്, അല്ലെങ്കിൽ സ്റ്റേമനല്ല ഇങ്ങ് താഴോട്ടിരിക്കുന്നു വെച്ചോ. ഉണ്ടോ? ഒരു ഫ്ലവറിൽ തന്നെ ഇത് രണ്ടും 2 പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇവിടെ സ്റ്റിഗ്മ മുകളിലോട്ടും സ്റ്റേമൻ താഴോട്ടും. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻ സോ ദാറ്റ് ദ പോളൻ കനോട്ട് കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. അതുകൊണ്ട് ഈ സ്റ്റിഗ്മയിൽ ഇതിൽ നിന്നുള്ള പോളൻ വീഴാനുള്ള സാധ്യത കുറവല്ലേ? ഇതാണ് രണ്ടാമത്തെ മെക്കാനിസം. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് different positions so that the pollen cannot come in contact with the stigma of the same flower. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. എത്ര ഡിവൈസ് പറഞ്ഞു? 2 ഡിവൈസ് പറഞ്ഞു. എന്തൊക്കെയാണ്? 1,
പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. 2. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻ സോ ദാറ്റ് ദ പോളൻ കനോട്ട് കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. ഇനിയുള്ളത് ഇനി 2 കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത് പറയാം. അടുത്ത് നമുക്ക് മൂന്നാമതായിട്ട് നോക്കാൻ പറ്റുന്നത്, വായിക്കാൻ പറ്റുമല്ലോ അല്ലെ, സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി അഥവാ സെൽഫ് സ്റ്റെറിലിറ്റി. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് 3 കേട്ടോ. സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി ഓർ സെൽഫ് സ്റ്റെറിലിറ്റി. എന്താണിത്? വായിച്ചു നോക്കൂ. ജനറ്റിക് മെക്കാനിസം ദാറ്റ് പ്രിവെന്റ് എന്നാണ്, ദാറ്റ് പ്രിവെന്റ്സ് സെൽഫ് പോളിനേഷൻ, സെൽഫ് പോളൻ from fertilizing the ovules by inhibiting pollen germination or pollen tube growth in the pistil. മനസ്സിലായോ? എന്താണ് ജനറ്റിക് മെക്കാനിസം? ദാറ്റ്, ഞാനിപ്പോ ഇവിടെ ആൻഡ് എന്നാണ് ഇരിക്കുന്നത്, മാറ്റേ. ജനറ്റിക് മെക്കാനിസംസ് ദാറ്റ് പ്രിവെന്റ്സ് എന്ത്? സെൽഫ് പോളൻ ഫ്രം ഫെർട്ടിലൈസിങ് ദി ഓവ്യൂൾസ്. അതായത് ഒരു സെൽഫ് പോളൻ മീൻസ് പോളൻ ഓഫ് ദി സെയിം ഫ്ലവർ ഓർ സെയിം പ്ലാന്റ്. ഒരു ചെടിയിലെ പോളൻ ഗ്രെയിന്, പൂമ്പൊടിക്ക് ആ ചെടിയിലെ പിസ്റ്റിലിൽ, അതായത് ആ ഫ്ലവറിലെ അല്ലെങ്കിൽ ആ ചെടിയിലെ പിസ്റ്റിലിനകത്ത് ഫെർട്ടിലൈസേഷൻ നടത്താനുള്ള കഴിവില്ലായ്മ, ദാറ്റ് ഈസ് നോൺ ആസ് സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി ഓഫ് സെൽഫ് സ്റ്റെറിലിറ്റി. ജനറ്റിക് മെക്കാനിസം ദാറ്റ് പ്രിവെന്റ്സ് സെൽഫ് പോളൻ from fertilizing the ovules by inhibiting pollen germination or pollen tube growth in the pistil. അതായത് ഒരു ഫ്ലവറിലെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിലെ പോളൻ ഗ്രെയിന് അതിന്റെ വേറെ ഏതെങ്കിലും ഒരു ഫ്ലവറിലെയോ അല്ലെങ്കിൽ അതേ ഫ്ലവറിലെയോ തന്നെ സ്റ്റിഗ്മയിൽ വളരാനുള്ള കഴിവില്ലായ്മ. ആ കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി ഓഫ് സെൽഫ് സ്റ്റെറിലിറ്റി. അപ്പൊ എന്ത് നടക്കൂല? ഓട്ടോഗമിയും ജിറ്റനോഗമിയും നടക്കൂല, സെനോഗമി മാത്രമേ നടക്കുള്ളൂ. കാരണം ഒരു ഫ്ലവറിലെ പോളൻ അതിലെ സ്റ്റിഗ്മയിൽ വളരൂല, അല്ലെങ്കിൽ അതിലെ പോളൻ ട്യൂബിൽ ഉണ്ടാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യൂല. അപ്പൊ ആ കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് സെൽഫ് കോമ്പാക്റ്റിബിലിറ്റി. മനസ്സിലായോ? മൂന്നാമത്തേത് വളരെ ക്ലിയർ ആണല്ലോ, സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി ഓർ സെൽഫ് സ്റ്റെറിലിറ്റി. ഇനി 4ാമത്തെ നോക്കൂ, ഇതെല്ലാവർക്കും അറിയാം. പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ്. അതായത് ഫ്ലവർ ഒന്നുകിൽ പിസ്റ്റിലേറ്റ് ഫ്ലവർ, അതായത് ഫീമെയിൽ ഫ്ലവർ ആയിരിക്കും, ഓർ സ്റ്റാമിനേറ്റ് ഫ്ലവർ അല്ലെങ്കിൽ മെയിൽ ഫ്ലവർ ആയിരിക്കും. അപ്പോൾ ഫ്ലവർ ഒന്നുകിൽ ഒന്ന് ആൺപൂവും പെൺപൂവും പ്രത്യേകമാണ്. അപ്പോൾ ആൺപൂവും പെൺപൂവും പ്രത്യേകം ആകുമ്പോൾ ഒരിക്കലും ഓട്ടോഗമി നടക്കൂല അല്ലേ? പക്ഷേ ഈ കാസ്റ്ററിലും മെയ്സിലും ഒക്കെ അങ്ങനെയാണ്, ഈ ചോളത്തില്, അതുപോലെ തന്നെ കാസ്റ്റർ വെച്ചാൽ ആവണക്കിലൊക്കെ അങ്ങനെയാണ്. ആൺപൂവ്, തെങ്ങിലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. ആൺപൂവ് വേറെ പെൺപൂവ് വേറെ, ചെടി ഒന്ന് തന്നെ കേട്ടോ. വെള്ളരിയിലും ഒക്കെ അങ്ങനെയാണ്, ആൺപൂവ് വേറെ പെൺപൂവ് വേറെ. നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ചെടികൾ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. ആൺപൂ വേറെ പെൺപൂ വേറെ. അപ്പോൾ ഒരു ചെടിയിൽ അപ്പൊ എന്ത് നടക്കില്ല? ഒരിക്കലും ഓട്ടോഗമി നടക്കില്ല. പക്ഷെ എന്തിന് സാധ്യതയുണ്ട്? ജിറ്റനോഗമിക്ക് സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ അവിടെ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ലൈക്ക് കാസ്റ്റർ ആൻഡ് മെയ്സ് ഇൻ വിച്ച് ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ഓട്ടോഗമി ബട്ട് ദർ ആർ പോസിബിലിറ്റീസ് ഓഫ് ജിറ്റനോഗമി ആൻഡ് സെനോഗമി. രണ്ടിനും പോസിബിലിറ്റി ഉണ്ട്. ഇനി ചില ചെടികൾ നോക്കൂ, ഇൻ സം സ്പീഷീസ് ലൈക്ക് പപ്പായ, ഡേറ്റ് പാം എക്സെട്ര, അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. ദർ ഈസ് ഡയോസി. എന്താണ് ഡയോസി എന്ന് വെച്ചാൽ? സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ്. കണ്ടോ, പ്ലാന്റ് തന്നെ സെപ്പറേറ്റ് ആണ്. ആൺ ചെടി വേറെ പെൺചെടി വേറെ. പപ്പായ ജാതിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആൺ ചെടി വേറെ പെൺചെടി വേറെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് സംഭവിക്കില്ല? ഒരിക്കലും സെൽഫ് നടക്കില്ല, അതായത് ഓട്ടോഗമി നടക്കില്ല, ജിറ്റനോഗമി നടക്കില്ല. എന്ത് മാത്രമേ നടക്കൂ? സിനോഗമി മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ഈ 4 പോയിന്റുകൾ പിടികിട്ടിയോ? അപ്പൊ എന്താണ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്? ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് മീൻസ് in many plants there are mechanisms which encourage cross pollination and discourage self pollination, and these mechanisms are collectively known as outbreeding devices. മനസ്സിലായല്ലോ? ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്. നമ്മൾ 4 ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് പറഞ്ഞു. ഈ 4 വ്യക്തമായിട്ട് മനസ്സിലാക്കി നോട്ട് എഴുതണം കേട്ടല്ലോ. അപ്പോൾ നമ്മൾ പോളിനേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ അല്ലെങ്കിൽ പിസ്റ്റിലിൻ്റെ ഭാഗമാണല്ലോ സ്റ്റിഗ്മ, വന്ന് വീഴുന്ന പോളൻ അതേ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയിൽ നിന്ന് തന്നെ വീണമെന്നൊന്നും ഇല്ലല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാവിൻ്റെ പൂവിലെ പിസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന പോളൻ മാവിൻ്റെ തന്നെ ആവണമെന്നൊന്നുമില്ല. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളൻ വന്ന് വീഴും അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ pollination does not guarantee the transfer of
റൈറ്റ് പോളൻ ആൻഡ് ഓഫൺ പോളൻസ് ആർ റോങ് ടൈപ്പ്. അതെല്ലാവർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പോളൻ അവിടെ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഏത് റോങ് പോളനും അതോ റൈറ്റ് പോളൻ മാത്രമേ ജെർമിനേറ്റ് ചെയ്യുള്ളൂ? സ്വാഭാവികമായിട്ടും കോമൺ സെൻസ് വെച്ച് നിങ്ങൾ പറയും റൈറ്റ് പോളൻ മാത്രമേ അവിടെ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റൂ, റോങ് പോളൻ അവിടെ ജെർമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ആ റോങ് പോളൻസും റൈറ്റ് പോളൻസും തമ്മിൽ ഈ പിസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റിഗ്മ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഇത് ഏതാണ് റോങ് ഏതാണ് റൈറ്റ് എന്ന്? അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നില്ലേ? ആ മെക്കാനിസത്തിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഇൻറ്ററാക്ഷന് പറയുന്ന പേരാണ് പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ. സോ പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ ഈസ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ pistil and right pollen so that the pollen can germinate within the pistil and undergo fertilization. മനസ്സിലായോ? So pollen pistil interaction is the interaction between right pollen and pistil so that the pollen can germinate within the pistil and finally undergo fertilization. അപ്പോൾ ഇതിന് പറയുന്ന പേരാ, ഈ മെക്കാനിസം അല്ലെങ്കിൽ ഈ രീതിയാണ് പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ്, അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് പോളൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റിഗ്മ ആക്സെപ്റ്റ്സ് ദ സെയിം, അതിന്റെ സ്റ്റിഗ്മ അക്സെപ്റ്റ് ചെയ്യും. ഓർ ഇഫ് ഇറ്റ് ഈസ് റോങ് ദ പിസ്റ്റിൽ റിജക്ട്സ്, അത് റോങ് ആണെങ്കിൽ പിസ്റ്റിൽ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ദിസ് ഈസ് ബൈ എ മെക്കാനിസം കോൾഡ് pollen pistil interaction. മനസ്സിലായോ? So pollen pistil interaction is the mechanism which is operating in flowers in which there is an interaction between the right pollen and the stigma or the pistil, and so that the pollen can germinate within the pistil and undergo fertilization. ഇതാണ് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെ പ്രാവർത്തികമാകും, അതാണ് നമ്മൾ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഇതെങ്ങനെ പ്രാവർത്തികമാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയും there is a chemical dialogue. എന്താണത്? കെമിക്കൽ ഡയലോഗ് ഈസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ദി റൈറ്റ് പോളൻ ആൻഡ് സ്റ്റിഗ്മ. ഒരു ഡയലോഗ് നടക്കുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, 2 way കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് കെമിക്കൽസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതായത് പോളൻ ചില കെമിക്കൽസിനെ റിലീസ് ചെയ്യും, അതുപോലെ തന്നെ സ്റ്റിഗ്മയും ചില കെമിക്കൽസിനെ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ പിസ്റ്റിലും ചില കെമിക്കൽസിനെ റിലീസ് ചെയ്യും. ഈ 2 കെമിക്കലും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം അത് റൈറ്റ് പോളൻ എന്നാണ്. അതായത് ഇപ്പോൾ ഒരേ വർഗത്തിൽപ്പെട്ട പോളൻ റിലീസ് ചെയ്യുന്ന കെമിക്കലിനല്ലേ അതേ പിന്നെ സ്റ്റിഗ്മ റിലീസ് ചെയ്യുന്ന കെമിക്കലുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇന്ററാക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ then that pollen can germinate. If the chemical dialogue becomes failure, അതായത് ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്സ്, ഇപ്പോൾ തെങ്ങിന്റെ പോളൻ റിലീസ് ചെയ്യുന്ന കെമിക്കലും മാവിന്റെ സ്റ്റിഗ്മ റിലീസ് ചെയ്യുന്ന കെമിക്കലും തമ്മിൽ ഒരിക്കലും ഒരു ഇന്ററാക്ഷൻ വരില്ല, അത് ഡിഫറെന്റ് ആണ്. അപ്പോൾ അവിടെ കെമിക്കൽ ഡയലോഗ് ഫെയില്യൂർ ആയി. അപ്പോൾ ആ കെമിക്കൽ ഡയലോഗ് ഫെയില്യൂർ ആവണമെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ ഫെയില്യൂർ ആവും, അല്ലെങ്കിൽ പോളൻ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ പറയും there is a chemical dialogue which is occurring between the pollen grain and pistil. If the pollen is right one, that interaction become positive, or that dialogue becomes എന്താണ് active, or that dialogue becomes എന്താ പറയുക ഗുഡ്, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക ഗുണകരമായത് എന്ന് നമ്മൾ പറയില്ലേ, പോസിറ്റീവ് ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അതിന് വളരാൻ പറ്റും. ഇഫ് ദാറ്റ് ഡയലോഗ് ബിക്കംസ് നെഗറ്റീവ് ഓർ ഇഫ് ഇറ്റ് ഈസ് നോൺ ആക്റ്റീവ്, എന്ത് ചെയ്യും? ദാറ്റ് പോളൻ ഫെയിൽ ടു ഗ്രോ, ആ പോളൻ പറ്റില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്ന പേര് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ. എല്ലാവർക്കും മനസ്സിലായല്ലോ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ? അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു പോയിന്റ്. അടുത്തത് ജെർമിനേഷൻ ഓഫ് പോളൻ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ. അപ്പോൾ ഈ പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ കറക്റ്റ് ആണെങ്കിൽ, അതായത് റൈറ്റ് പോളൻ തന്നെ റൈറ്റ് പിസ്റ്റിലിൽ വീണ് കഴിഞ്ഞാൽ അവിടെ പോളൻ ജെർമിനേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ പോളൻ എങ്ങനെയാണ് ജെർമിനേറ്റ് ചെയ്യുന്നത്? വളരെ പ്രധാനമാണത്. ഇതാണ് പോളൻ. നമ്മൾ പോളൻ്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പോളൻ, ഇതാണ് പോളൻ എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്നൊന്ന് വരച്ചിരിക്കുന്നതാണ്.
പോളൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഔട്ടർ എക്സൈൻ, സ്പോറോ പോളൻ കൊണ്ടുണ്ടാക്കിയ ഔട്ടർ എക്സൈൻ ഉണ്ട്, പിന്നെ ഇന്നർ ഇൻറ്റൈൻ ഉണ്ട് അല്ലേ. അതിനകത്ത് 2 സെല്ലുണ്ടെന്ന് അറിയാം. ഒരെണ്ണം നമ്മൾ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഒരെണ്ണം ഏതാണ്? ജനറേറ്റീവ് സെല്ല്, അതിനൊരു ചെറിയ ന്യൂക്ലിയസ്, ഒരു ഫ്യൂസിഫോം സെല്ല്, സ്മോൾ സെല്ലാണ്. അതിന് സ്മോൾ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയും. ഇവിടെ ഒരു വലിയ സെല്ലാണ്, അത് വാക്യൂളൊക്കെ ഉള്ളൊരു സെല്ലാണ്. ഞാൻ പെട്ടെന്ന് വരച്ചെന്നേ ഉള്ളൂ. ഇതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ഇറഗുലർ ന്യൂക്ലിയസ്. അതിനെ എന്ത് പറയും? വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഒരു പോളൻ എന്ന് പറയുന്നത്. എവിടെ വന്ന് വീണ് കിടക്കുന്നു? സ്റ്റിഗ്മയിൽ വന്ന് വീണ് കിടക്കുന്നത്. റൈറ്റ് പോളനാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്തെന്നറിയാമോ? ഈ സ്റ്റിഗ്മയിലും ഒരു കെമിക്കൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ലേ, പോളനും ഒരു കെമിക്കൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ലേ. ഈ 2 കെമിക്കലും തമ്മിൽ കെമിക്കൽ ഡയലോഗ് നടക്കും എന്ന് പറഞ്ഞില്ലേ. ആ ഡയലോഗ് കറക്റ്റ് ആണെങ്കിൽ ഈ സ്റ്റിഗ്മയുടെ സർഫസിൽ നിന്ന് ഷുഗർ കണ്ടന്റുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റിഗ്മയുടെ സർഫസിൽ ഒരുപാട് സെക്രീഷൻസ് ഉണ്ട്. ആ സെക്രീഷനെ ഈ പോളൻ അബ്സോർബ് ചെയ്യും. മനസ്സിലായോ? ഇഫ് ദ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ ഈസ് പോസിറ്റീവ്, the pollen absorbs nourishment from the surface of the stigma. ഷുഗർ കോമ്പൗണ്ടുകളാണ് കൂടുതലും, ഷുഗർ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളാണ്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും. എവിടെ നിന്ന്? സ്റ്റിഗ്മയിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യും. സ്റ്റിഗ്മയിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ഔട്ടർ എക്സൈൻ അല്ലേ, എക്സൈൻ ഭയങ്കര കട്ടിയുള്ളതാണ്. അത് വേറെ പ്രയോജനം. ഈ എക്സൈൻ അവിടെ 2 3 1 നമ്മൾ പറഞ്ഞില്ലേ, 3 അല്ലെങ്കിൽ 1 ചെറിയ തിൻ ഏരിയാസ് കാണും. തിൻ ഏരിയാസിനെ എന്താ വിളിക്കുന്നത്? നമ്മൾ പഠിച്ചതല്ലേ, ജേംപോർ എന്ന് വിളിക്കും അല്ലേ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ജേംപോറിലൂടെ ഇൻറ്റൈൻ അകത്തുള്ള ഇത് എക്സൈന് അകത്തുള്ള കറുത്ത വരച്ചിരിക്കുന്ന ഇന്ത്യൻ ഇങ്ങനെ വളർന്നിറങ്ങും. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറയും ഇഫ് ദ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ ഈസ് പോസിറ്റീവ്, അങ്ങനെ തന്നെ പറയണം. ഇഫ് ദ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ ഈസ് പോസിറ്റീവ്, ദ പോളൻ അബ്സോർബ്സ് nourishment from the surface of the stigma and intine grows out through the chamber in the form of a tube. That tube is known as pollen tube. ആ ട്യൂബിനെ നമ്മൾ എന്ത് പറയും? പോളൻ ട്യൂബ് എന്ന് പറയും. അപ്പൊ ആരാണ് വളർന്നിറങ്ങുന്നത്? എക്സൈൻ ആണോ? എക്സൈൻ വളർന്നിറങ്ങാൻ പറ്റുമോ? എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോ പോളൻ കൊണ്ടല്ലേ, അതിന് പറ്റില്ല. ഇന്ത്യൻ ആണ്. ഇന്ത്യൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലോസ് കൊണ്ടാണ് അല്ലെ, നോർമൽ സെൽ വാൾ കൊണ്ടാണ്. അപ്പൊ അത് വളർന്ന് ഇറങ്ങും. എങ്ങോട്ടേക്ക് വളർന്നിറങ്ങും? ഈ സ്റ്റിഗ്മയിലേക്ക് വളർന്നിറങ്ങും. അതിനെ നമ്മൾ എന്ത് പറയും? പോളൻ ട്യൂബ് എന്ന് പറയും. ആ പോളൻ ട്യൂബ് എന്ത് ചെയ്യും? ദാറ്റ് പോളൻ ട്യൂബ് ക്യാരീസ് ബോത്ത് ദ ന്യൂക്ലിയേ ആൻഡ് സൈറ്റോപ്ലാസം. ഈ സെല്ലിനകത്തുള്ള, ഈ പോളനകത്തുള്ള സൈറ്റോപ്ലാസത്തിനെ 2 ന്യൂക്ലിയസിനെയും ക്യാരി ചെയ്യും. അപ്പൊ ഏതൊക്കെ ന്യൂക്ലിയസിനെ ക്യാരി ചെയ്യും? വെജിറ്റേറ്റീവ് ന്യൂക്ലിയസിനെയും ക്യാരി ചെയ്യും, ജനറേറ്റീവ് ന്യൂക്ലിയസിനെയും ക്യാരി ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇറ്റ് ക്യാരീസ് ബോത്ത് വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ജനറേറ്റീവ് ന്യൂക്ലിയസ്. മനസ്സിലായോ? ഇങ്ങനെയാണ് ജെർമിനേഷൻ നടക്കുന്നത്. ഇപ്പൊ ആര് വളർന്നിറങ്ങി? ഈ പോളൻ ട്യൂബ് വളർന്നിറങ്ങി. വളർന്ന് എവിടെ ഇറങ്ങി? സ്റ്റിഗ്മയിലേക്ക് ഇറങ്ങി. ഇനി എവിടെയാണ് ഓവ്യൂൾ ഇരിക്കുന്നത്? ഓവറിയിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ എവിടെ എത്തിയതേ ഉള്ളൂ? സ്റ്റിഗ്മയിൽ എത്തിയതേ ഉള്ളൂ. അവിടെ വെച്ച് പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് വളർന്നിങ്ങനെ താഴേക്ക് പോകും. ആര്? ഈ പോളൻ ട്യൂബ് വളർന്ന് താഴേക്ക് പോകും. ഏത് വഴി? സ്റ്റൈൽ വഴി. ഇങ്ങനെ സ്റ്റിഗ്മ കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റൈൽ വഴി ഇങ്ങനെ താഴേക്ക് പോകും. ഇങ്ങനെ വളർന്നു, താഴേക്ക് വളർന്നു. അപ്പൊ താഴേക്ക് വളർന്നു പോകുന്നതോടൊപ്പം ആരെ കൂടെ കൊണ്ടുപോകും? 2 ന്യൂക്ലിയസിനെ കൂടെ കൊണ്ടുപോകും. ആരൊക്കെ കൊണ്ടുപോകും? ട്യൂബ് ന്യൂക്ലിയസിനെയും കൊണ്ടുപോകും, ജനറേറ്റീവ് ന്യൂക്ലിയസിനെയും കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുപോകും. എവിടം വരെ കൊണ്ടുപോകും? എവിടെയാണോ ഓവ്യൂൾ ഇരിക്കുന്നത് അതുവരെ കൊണ്ടുപോകും. മനസ്സിലായോ? ഓവ്യൂള് ചിലപ്പോൾ ഒരു ഓവറിക്കകത്ത് 1 കാണുള്ളൂ, ചിലപ്പോൾ 1 കൂടുതൽ കാണും. അപ്പോൾ 1 കൂടുതൽ പോളൻ ട്യൂബും 1 കൂടുതൽ പോളൻ ഗ്രെയിനും ഒക്കെ വേണ്ടി വരും. എന്തായാലും ഇത് വളർന്ന് എവിടം വരെ പോവും? എവിടെയാണോ ഓവ്യൂൾ ഇരിക്കുന്നത് അതുവരെ പോവും അല്ലേ. അപ്പോൾ ഓവ്യൂളിനെ കുറിച്ച് നമുക്കറിയാം. പെട്ടെന്ന് ഞാൻ ഓവ്യൂളിന്റെ ഒരു പടം വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനല്ലേ ഇരിക്കുന്നത്? ഓവ്യൂള് കണ്ട, ഇത് ഓവ്യൂള് അല്ലേ. ഇനി ഇവിടെ ഒരു സ്മോൾ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഓപ്പണിങ്ങിന് നമ്മൾ എന്ത് പറയും? പഠിച്ചവർ ഒന്ന് ഓർമ്മിച്ച് പറഞ്ഞേ. ആ ഓപ്പണിങ്ങിന് എന്ത് പറയും? മൈക്രോപൈൽ എന്ന് പറയും അല്ലേ. ഈ കവറിങ്ങിന് എന്ത് പറയും? നമ്മൾ ഇൻഡഗുമെന്റ് എന്നല്ലേ പറയുന്നത്? ഇൻഡഗുമെന്റ് അല്ലേ. ഈ ഓപ്പണിങ്ങിന് എന്ത് പറയും? മൈക്രോപൈൽ എന്ന് പറയും അല്ലേ. ആണല്ലോ. പിന്നെ ഇതെന്ത് പറയും? ഇതിനെ പറയുന്ന പേരെന്താ? എംബ്രിയോ സാക്ക് എന്ന് പറയും അല്ലേ. എംബ്രിയോ സാക്ക് നമ്മൾ പഠിച്ചല്ലേ. എംബ്രിയോ സാക്ക് താഴെയായിട്ട് എന്തുണ്ട്? മൈക്രോപൈലിന്റെ എവിടെയായിട്ട് എന്തുണ്ട്? താഴെ എന്ന് പറയാൻ പറ്റില്ല. മൈക്രോപൈലിന്റെ അടുത്ത് എവിടെ ഉണ്ട്? ഒരു എഗ് ഉണ്ട് അല്ലേ. 2 സൈനർജിഡുകളുണ്ട് അപ്പുറവും ഇപ്പുറവും. ശരിയല്ലേ. പിന്നെ ഇവിടെ ആരുണ്ട്? ഒരു സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. ഇവിടെ ആരുണ്ട്? 3 ആന്റിപോഡൽസ് ഉണ്ട്. ശരിയല്ലേ. 3 ആന്റിപോഡൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പോളൻ ട്യൂബ് എന്ത് ചെയ്യും? വളർന്നു വരും. എവിടെ? മോളിൽ നിന്ന് വരെയാണ്. വരെയാണ് അല്ല, പോളൻ ട്യൂബ് വരെയാണ്. വന്ന് ഇവിടം വരെ വരും. കണ്ടോ? വളർന്നു വരും. ആരെ കൂടെ കാണും? ഇവിടെ എത്തുമ്പോൾ ആര് കാണും? ഒരു വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ്, ജനറേറ്റീവ് ന്യൂക്ലിയസും കാണൂലേ. പക്ഷേ രസകരം എന്ന് വെച്ചാൽ മിക്ക പ്ലാന്റ്സിലും ഇങ്ങനെ എത്തുമ്പോഴേക്കും ആ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് അങ്ങ് കേടായിപ്പോണല്ല കേട്ടോ, അതിന്റെ ഫംഗ്ഷൻ തീരും. അപ്പൊ അത് ഇനാക്റ്റീവായിട്ട് അതങ്ങ് ഡീജനറേറ്റ് ചെയ്തു പോകും. അതിന്റെ ഫംഗ്ഷൻ എന്താ? ഈ ട്യൂബിനെ ഉണ്ടാക്കി കൊണ്ടുവരിക. ഏതാണ് ട്യൂബ്? എന്ത് ട്യൂബ്? പോളൻ ട്യൂബ്. ഇവിടം വരെ കൊണ്ടുവരിക.
ഓവിഡിന്റെ സമീപത്തുള്ള മൈക്രോപൈൽ വരെ കൊണ്ടുവരിക. ആ പണി തീർന്നു കഴിഞ്ഞല്ലോ. പിന്നെ ഇനി ആ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് കാണില്ല. പിന്നെ ആര് മാത്രമേ കാണുള്ളൂ? ജനറേറ്റീവ് ന്യൂക്ലിയസ്. പക്ഷെ ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് 2 നോൺ മോട്ടൈൽ മെയിൽ ഗമീറ്റ്സ് ആയിട്ട് മാറും. മനസ്സിലായിക്കോണം. അപ്പൊ നമ്മൾ എന്ത് പറയും? പോളൻ ട്യൂബ് ഗ്രോസ് ത്രൂ ദ സ്റ്റൈൽ, ഫൈനലി റീച്ചസ് ദ മൈക്രോപൈൽ. Meanwhile, the vegetative nucleus or tube nucleus degenerates and the generative nucleus divides to produce 2 male gametes. ജനറേറ്റീവ് ന്യൂക്ലിയസ് ആരെ ഉണ്ടാക്കും? 2 മെയിൽ ഗാമീറ്റുകളെയും ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പൊ ഇതാണ് നടക്കുന്ന സംഭവം. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ജെർമിനേഷൻ ഓഫ് പോളൻ ഗ്രെയിൻ നമ്മൾ എങ്ങനെ പറയും? ഇഫ് ദ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ ഈസ് പോസിറ്റീവ്. ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറയുന്നത്. ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. If the pollen pistil interaction is positive, then the exine the pollen grain absorbs nourishment from the surface of the stigma and begins to germinate. That means the intine, which is made of cellulose, grows out through the gem or in the form of a tube known as pollen tube. This pollen tube carries both the nuclei and cytoplasm. Both the nuclei means vegetative nucleus and generative nucleus. Then the pollen tube grows through the style and finally reaches the ovule or the micropylar region. Meanwhile, the vegetative nucleus degenerates and generative nucleus divides to produce 2 male gametes. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജെർമിനേഷൻ ഓഫ് പോളനുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. മനസ്സിലായല്ലോ?